വലിയ വഴക്കുകൾ നടക്കുകയാണ് നോറയും ജാസ്മിനും തമ്മിലും അൻസിബയും ജാസ്മിനും തമ്മിലും ഒക്കെ ആയിട്ട്. ഒരു മനുഷ്യൻ അവിടെ ലിവിംഗ് ഏരിയയിൽ ചങ്ക് തകർന്ന് അവിടെ ഇരിപ്പുണ്ട്. ആരെന്നറിയാമോ? നമ്മുടെ ജിൻഡപ്പൻ. എന്താ കാര്യം? ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പവർ ടീം. സഹിക്കാൻ പറ്റുന്നില്ല. ഒട്ടും ആക്റ്റീവ് ആകാത്തവരെ നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടും തന്നെ എന്തിന് നോമിനേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാണ് ജിൻഡോ മനസ്സ് തകർന്ന ഇരിപ്പിരിക്കുന്നത്. സംഗതി ന്യായമാണ് കേട്ടോ. ജിൻഡോ ഇത്രയും നന്നായിട്ട് ആക്റ്റീവായിട്ട് ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റന്റിനെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഒരുമാതിരി 3G പരിപാടിയാണ്. കാരണം ജിൻഡോ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാ അവിടെ പലരും ഉണ്ടാക്കിയില്ലേ? ഗബ്രി ചെയ്തത് പിന്നെ എന്ത് മാങ്ങാത്തൊലിയാണോ? അതേസമയത്ത് തന്നെ ശരണി ചെയ്തത് എന്താണ്? പിന്നെ എല്ലാവരും ജിൻഡോയെ പിടിച്ചു വെച്ചു, ജിൻഡോയെ തള്ളിയിടാൻ നോക്കി, ജിൻഡോ വീണു പലതവണ, ജിൻഡോയെ ചവിട്ടി, ജിൻഡോയുടെ മുഖം മാന്തി പൊറിച്ചു, ജിൻഡോയുടെ തലമുടി വലിച്ചു പിടിച്ചു. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഫിസിക്കൽ അറ്റാക്ക് നടത്തിയിട്ടില്ലേ? അപ്പൊ ജിൻഡോയെ മാത്രം എങ്ങനെ ജയിലിൽ വിടും? അതൊരു പ്രശ്നം. ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു അത് ടാസ്കിന്റെ ഭാഗമായിട്ടാണ്, അത് എല്ലാവരും ആ സ്പിരിറ്റിൽ എടുക്കുക, ഫിസിക്കൽ ടാസ്ക് ആണെന്ന് പറഞ്ഞ് ചില സോൾവ് ചെയ്ത ടോപ്പിക്കുമാണ്. ഇനി വേറൊരു കാര്യത്തിലേക്ക് വന്നാൽ